ഇപ്പോൾ വീണ്ടും കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം പേപ്പറിലൊക്കെ ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും കോവിഡിൻ്റെ കേസുകൾ കൂടുന്നു, ഇനി വീണ്ടും പഴയ പോലെ ആകുമോ എന്നൊക്കെ കുറേ പേര് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, കോവിഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, പണ്ട് ആദ്യം കോവിഡ് വന്നപ്പോൾ ആർക്കും ആരുടെയും ശരീരത്തിൽ കോവിഡ് എന്ന് പറയുന്ന വൈറസ് നമ്മുടെ സമൂഹത്തിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഇറ്റ്സ് ടോട്ടലി ന്യൂ വൈറസ്. അപ്പോൾ അതിനെങ്ങനെ നേരിടണമെന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ 99% ആളുകൾക്കും 99.9% ആരെങ്കിലും വളരെ കൊച്ചുകുട്ടികളൊക്കെ ജനിച്ചവർക്കാണ്, ബാക്കിയുള്ള എല്ലാവർക്കും തന്നെ ഒന്നെങ്കിൽ കോവിഡ് വന്നു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ വാക്സിൻ എടുത്തിട്ടുണ്ട്, കോവിഡിനെതിരെ ഇമ്മ്യൂണിറ്റി അവർക്കുണ്ട്. അപ്പോൾ ഒരിക്കലും പണ്ട് വന്ന പോലെ വളരെ സിവിയർ ആയിട്ടുള്ള കോവിഡൊന്നും വരാൻ സാധ്യത ഇപ്പോൾ ഇല്ല. ഒരു ഭയങ്കര സിവിയറായിട്ട് കുറേ കേസുകൾ വന്ന് കുറേ ആളുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വരാനുള്ള സാധ്യതയൊക്കെ വളരെ വളരെ കുറവാണ്. പക്ഷേ ഡെഫിനറ്റ്ലി കോവിഡ് എല്ലാ ഇൻഫ്ലുവൻസ വൈറസ് പോലെ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് കാണും. കുറച്ച് കേസുകൾ കുറേ നാൾ കുറച്ച് കേസ് കാണുന്നത്, പിന്നെ കുറച്ച് കേസുകൾ കാണും, അങ്ങനെയാണ് വരുന്നത്. അത് എപ്പോഴാണ് വരുന്നത്? പുതിയൊരു വേരിയൻറ്റ് വരുമ്പോഴാണ്. ഇപ്പോൾ ഒമിക്രോണിൻ്റെ തന്നെ ഒരു പുതിയ വകഭേദം വന്നതുകൊണ്ടാണ് ഇപ്പോൾ കോവിഡിൽ കേസുകൾ കൂടുന്നത്. പക്ഷേ അതുകൊണ്ട് ഇത് പഴയ രീതിയിൽ ഭയങ്കരമായിട്ട് കേസുകൾ വന്ന് ICU ഒക്കെ ഫുള്ളാകുക അങ്ങനെ സാധ്യത വരാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. കോവിഡ് കാരണം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. പക്ഷേ വാതരോഗികൾക്ക് ഇമ്മ്യൂണോ സപ്രസൻസ് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ഏത് ഇൻഫെക്ഷനും ചെറിയ രീതിയിൽ ബാക്കിയുള്ളവർക്കാണ് സിവിയർ ആകാൻ സാധ്യതയുള്ളവർക്കാണുകൊണ്ട് ഒന്ന് സൂക്ഷിക്കുക. എസ്പെഷ്യലി റിറ്റുക്സിമാബ് ഒക്കെ എടുത്ത ആളുകൾക്ക് കോവിഡ് വരുന്നതിൽ നിന്ന് കോവിഡ് വരാതിരിക്കുന്നത് തന്നെയാണല്ലോ എപ്പോഴും നല്ലത്. ഏതൊരു അസുഖവും നമ്മൾ വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഒരു ക്രൗഡഡ് സ്പേസിലൊക്കെ പോകുമ്പോൾ നമ്മൾ കുറച്ച് മാസ്ക് ഒക്കെ വെക്കുകയാണ് നല്ലതാണ്. 2, ആർക്കെങ്കിലും പനിയൊക്കെ ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് കഴിയുന്നതും മാറി നിൽക്കുക. അപ്പോൾ പനി വരുന്ന എല്ലാവരും പോയി കോവിഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായം. കാരണം പല കോവിഡുകൾ 99.9% കോവിഡ് വരുന്നവർക്കും വലിയ കോംപ്ലിക്കേഷനൊക്കെ ഇല്ലാതെ തന്നെ ശരിയാകുന്നുണ്ട്. കുറേ കഴിഞ്ഞ 1-2 വർഷമായിട്ട് അങ്ങനെ. അതുകൊണ്ട് കോവിഡ് വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു തരത്തിലും ഇനി കോവിഡ് വേവ് വരുമോ, സെക്കൻഡ് വേവ്, തേർഡ് വേവ് പോലെ ലക്ഷക്കണക്കിന് കേസുകൾ ദിവസം വരുമോ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങൾ, പാനിക്കിൻ്റെ ഒരു ആവശ്യവുമില്ല. പക്ഷേ കുറച്ച് കെയർഫുൾ ആകുക. സാധാരണ ഉള്ളതിനേക്കാളും കോവിഡ് കേസുകൾ കൂടുമ്പോൾ നമ്മൾ ആളുകളായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക.